അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞങ്ങൾ പിന്നെ ഗരീബയുടെ സംഘം മറ്റേ ഉദൈബിയയിലെ ഒട്ടകത്തിന്റെ ഒരു ഭൂമിയിലേക്കാണ് ഞങ്ങൾ എത്തിയത്. അത് ആ കാണുന്നൊക്കെ നൂറുകണക്കിന് ഒട്ടകമുണ്ട്, ചെറുതും വലുതേ ഒട്ടകമുണ്ട്. ഇവിടെ നമ്മൾ ഈ ഒട്ടകത്തെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കസ്വയാണ്. നമ്മൾ ഒരു കസ്വയാക്കണം എന്നാണ്. റസൂലുള്ളാഹിന്റെ കസ്വ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ പ്രതീകമായിരുന്നു. നബിക്ക് അതിനെ കിട്ടണം, അതിന് റസൂലിനെ കിട്ടണം. അങ്ങനെയായിരുന്നു മദീനയിലേക്കുള്ള ആ യാത്ര. അതൊരു വല്ലാത്തൊരു യാത്രയാണ്. അങ്ങനെ ഒട്ടകത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഖുർആനിൽ പോലും ഒട്ടകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അഫല യൻദുറൂന ഇലൽ ലിബിലി കൈഫ ഖുലിഖത്. ഒട്ടകത്തിലേക്ക് നിങ്ങൾ നോക്കണില്ലേ, അതിനെ എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ ചിന്തിക്കണം എന്ന് പറഞ്ഞു. മാത്രമല്ല, ഒട്ടകം എന്ന് പറയുന്നത് മരുഭൂമിയിലെ കപ്പലാകുന്ന ഈ ഒട്ടകം ഏകദേശം 270 ലിറ്റർ വെള്ളം അതിന്റെ വയറ്റിൽ സൂക്ഷിക്കുന്നുണ്ടെന്നാണ്. മനുഷ്യനൊക്കെ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം വെള്ളമില്ലാതെ അവൻ മരിച്ചു പോകും. എന്നാൽ ഒട്ടകം എന്താവും, മാസങ്ങളോളം വെള്ളമില്ലാതെ ജീവിക്കാനുള്ള ജലസംഭരണി അതിന്റെ വയറ്റിലുണ്ട്. അപ്പൊ ഖുർആൻ ആ ചോദിച്ചതിന് വലിയ അർത്ഥമുണ്ട്. അഫലാ യൻദുറൂന ഇലൽ ലിബിലി കൈഫ ഖുലിഖത്. നൂറുകണക്കായ ആളുകൾ നമ്മളെ മറ്റുള്ള ഗ്രൂപ്പിന്റെ ആളുകളൊക്കെ ആയിട്ട് വലിയൊരു സംഘം ഇവിടെ വന്നിട്ട് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നിരവധി ഒട്ടകങ്ങൾ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ.